നമുക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹലോ. അപ്പൊ നമ്മള് കൈലാസത്തിൽ ചെന്ന പോലെ ഉണ്ടല്ലേ? സത്യം കൊണ്ട് പാവയ്ക്കല്ല പുളിപ്പ് കൊണ്ട് പുളിപ്പും. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇറ്റ്സ് -4 ഡിഗ്രി സെൽഷ്യസ്. റെസ്റ്റോറന്റ് വന്ന് ആംബിയൻസിനൊന്നും ഒരു കുറവുമില്ല. കഴിക്കാൻ വല്ല ഉണ്ടോ അവിടെ? ട്രഡീഷണൽ സ്വീറ്റാണ്. ഗാട്ടയെന്നാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. ഗാട്ടയും ആപ്പിൾ ജ്യൂസ് കൊള്ളാം. മധുരം വലുതായിട്ടില്ല, കൊള്ളാം. ഒരു ഐറ്റം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിക്ക് ഫിഷ്. ഇത് സംഭവം ടേസ്റ്റിയാണ് കേട്ടോ. ഇത് പുഴമീനാണ്. അതുകൊണ്ട് ആ കാണുന്ന പുഴയിൽ നിന്ന് പിടിച്ച മീൻ, അത് 7 ലേക്കാണ് ആ കാണുന്ന ആ പുഴയിൽ നിന്ന് പിടിച്ച മീനാണ് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റി. കഴിഞ്ഞാൽ ബെല്ല് കിട്ടത്തില്ല, ഇവിടെ ബെല്ലിൻ്റെ ബഹളം. തിരിച്ചു വരാൻ വാങ്ങിക്കാം അല്ലേ? ഇവിടെ വരെ ആയില്ലേ? കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. വെള്ളോട്ട് പോകുന്നതിനനുസരിച്ച് തണുപ്പും കൂടും. 2 മെഴുകി അടിച്ചു മൊണാസ്ട്രി ആയതുകൊണ്ട്. ഇത് -1 ഡിഗ്രി ഉണ്ട് ഇവിടെ. അതാണ് ഇത്രയും തണുപ്പ്. താഴെ ഇത്രയും തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്ലൗസ് ഒന്നും എടുത്തില്ല. മേലത്തെ താങ്ങുന്നില്ല, ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റില്ല. ക്യാൻഡിൽസ് വാങ്ങിയിട്ട് പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പ്. ഈ ഗ്ലൗസും കൂടെ എല്ലാവരും കൈ നന്നായിട്ട് മരവിച്ചു വന്നു തുടങ്ങി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈ മൊണാസ്ട്രിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണിത്. ഇവിടെ വയ്ക്കുമ്പോൾ നമുക്ക് 7 ലേക്ക് മൊത്തം കാണാം കേട്ടോ. ഇത് വന്നില്ലാന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സായാലേ. നമ്മൾ മിസ്സാക്കത്തില്ലല്ലോ. അതാണ്, ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ ഈ ക്യാൻഡിൽസ് ലൈറ്റ് ചെയ്യുന്ന സ്ഥലം നോക്കി വന്നതാ. ഒരു പശുവിൻ്റെ അത്ര ഉണ്ട്. റെക്കോർഡാ, വേൾഡ് റെക്കോർഡ്. ഒരു സ്വെറ്ററും വേണ്ട, ഒന്നും വേണ്ടല്ലോ. പോക്ക് ഇതല്ലേ, ഇതെടുക്കാടെ കണ്ടു വന്നല്ലേ? ഏതാ നല്ലത് ചോദിച്ച എത്രയാണ്? 2 ഉള്ളീനോ? 2 4,000 discount 3. നമുക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹലോ. പുള്ളി നല്ല കമ്പനിയാണ്. ഇന്നലെ മുതലേ നമ്മളിവിടെ കിടന്ന് കറങ്ങുന്നത്. coffee you have here? I am no ham, no for you, no brownie. Okay? From there? Yes. It's no my no okay. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫ്രൂട്ട് ആണ് കേട്ടോ. നമ്മളത് Ari ban tu mezi coffee tu. വാട്ട് ഈസ് ദ നെയിം യു സെഡ്? ഫ്രൂട്ട് നെയിം? Chichhan bro. ചിച്ചാൻ. Chichhan. ചിച്ചാൻ. എന്തായാലും ഒരാളെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഇനി ആരെ ഷൂട്ട് ചെയ്യുമെന്ന് കണ്ടറിയണം. Please don't kill me, okay? Kill me. No Hey. there. No there. Figu, there. Yes. Mickey Mouse, red this big. He has to learn how to shoot now. I don't know. It's the country. Hey, don't shoot only, come. ഹോളിക്കൂടി നോക്കണം. Okay. യു കെയർഫുൾ ഏ? Kill me, no problem. No. Anything happen? Nothing happened. ഇത് പൊമോഗ്രാനൈറ്റിന്റെ ഇത് വൈനാണ്. 2000 രൂപ. ഇങ്ങോട്ട് എടുക്കുന്നോ? Cool. സൂപ്പറാ. It's a very nice. Yeah. Bye, Thank you brother. so much, Nice sir. day. നല്ല നൈസ് ഡീലിംഗ് കേട്ടോ. നല്ല കമ്പനിയാണ്, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. നമ്മൾ വെറുതെ അവിടെ നിന്ന് പൈസ കൊടുക്കാൻ ഷൂട്ട് ചെയ്ത് പുള്ളി കോഫി വാങ്ങിച്ചു തന്ന്. നമുക്ക് പൈസ വാങ്ങിയിട്ടില്ല അതിനൊന്നും. പൈസ പക്ഷെ അല്ല, ജ്യൂസിന് മേടിച്ചു അതല്ല, കോഫി അയാൾ 2 കോഫി ഞങ്ങൾക്ക് തന്ന് നല്ലോണം സംസാരിച്ച് നമ്മുടെ 2 ഫോട്ടോ അയാളെ വെച്ചെടുത്ത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വരുന്നവരെ ഈ പുള്ളിയെ കാണണേ. പുള്ളിയുടെ നല്ല സപ്പോർട്ട്. ഒന്ന് പോയാൽ നല്ലൊരു മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളിയെ. നല്ല ഡീലിങ്സ്. എന്തായാലും വി എൻജോയ്ഡ്. സോ ഇനി ലൈഫിൽ ചിലപ്പോൾ ആ പുള്ളിയെ കണ്ടില്ലെന്ന് വരും. ബട്ട് ദെൻ വി വിൽ കീപ് ദിസ് ആസ് എ മെമ്മറി. വരുന്നവരെ
പുള്ളി ഒന്ന് കാണാൻ ശ്രമിക്കണം. നല്ല ഡീലാണ്. അവിടെ കേറുന്നിടത്ത് തന്നെ പുള്ളിയുടെ ഷോപ്പുണ്ട്. നമ്മുടെ ഇവിടത്തെ ഗൂഗിൾ മാപ്പ് ചേച്ചി ഇച്ചിരി നമ്മളെ കറക്കുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കൂല. പുള്ളിക്കാരി നമ്മുടെ അടുത്ത് മുന്നോട്ട് പോയി യൂട്യൂബ് എടുക്കാൻ പറഞ്ഞു. 7 Peninsula ബോർഡ് കണ്ടില്ലേ? ഓക്കെ, നമ്മള് അവിടെ പോകുന്നതിന് ഗൂഗിൾ നമ്മളെ ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ മുന്നിൽ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട്. അതിന്റെ ഉദ്ദേശം എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മള് പോകുന്നിടത്ത് കണ്ടില്ല. കണ്ടായിരുന്നു കണ്ട ഇവിടുന്ന് കയറിയാ മതി. അതെ, 15 മിനിറ്റ് അല്ല നമ്മളൊരു 1-2 വട്ടം വരുമ്പോഴത്തേക്ക് തനിയെ അത് പഠിക്കും. പക്ഷെ അതുവരെ ഗൂഗിൾ ചേച്ചി പറ്റിക്കുന്നത് നമ്മളെ നന്നായിട്ട് പറ്റിച്ച്. ആ എക്സ്പ്രഷൻ എന്താ? ഇത് കറക്റ്റ് പാവയ്ക്ക ജ്യൂസ് പോലെ ഉണ്ട് കേട്ടോ. ഇത് മധുരം ഇല്ലാത്തത് വാങ്ങിച്ചതാ. നമ്മള് ഇത് ഒറിജിനൽ തന്നെ വേണോന്ന് പറഞ്ഞു. അപ്പം പുള്ളി നമുക്ക് തന്നത് മധുരം ഇല്ലാത്തതാ. ഇത് മധുരം ഇട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. മധുരം ഇട്ടതായിരുന്നെങ്കിൽ കുറെ പിന്നെ ഈ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ഇതിപ്പം ഒറിജിനൽ ടേസ്റ്റ് ആയതുകൊണ്ട് പാവയ്ക്കയല്ല, പുളിപ്പ് കൊണ്ട് പുളിപ്പും കയ്പും പുളിപ്പും കൂടെ ചേർന്ന ഒരു എന്തോ ഒരു വികാരമില്ലാത്ത. അതെ, അതിന് നമുക്ക് ഹോട്ടലിൽ നിന്ന് പഞ്ചസാര ഇട്ട് കഴിക്കാതെ നടക്കുള്ളൂ. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 7 Lake തന്നെയാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. ഇത് ഇനി ഏതാണ്ട് ഒരു 50 കിലോമീറ്ററോളം മുന്നിലോട്ട് ഇത്രയും നീളമുണ്ട്. ലേക്കിന്റെ സൈഡ് വഴിയാണ് 50 കിലോമീറ്റർ മുന്നിലോട്ട് പോകുന്നത്. നമ്മൾ ഇനി പോകുന്നത് നവരംഗ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നവരംഗ് അവിടെ ഒരു വലിയ മൊനാസ്ട്രി ഉണ്ട്. നമ്മൾ മൊനാസ്ട്രി ഇന്ന് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം 4:15 അവിടെ ചെല്ലുമ്പോൾ ഇരുട്ടും. അപ്പം നമ്മൾ നേരെ അതിനടുത്ത് തന്നെ ഒരു വൈനയാർഡിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നേരെ അവിടെ ചെല്ലും. നാളെ രാവിലെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ നവരംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ നമ്മുടെ ഈ ട്രിപ്പിന്റെ ഒരു ചലഞ്ചിങ് ആയ ഒരേ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈ ടൈമിംഗ് ആണ്. സൺസെറ്റും സൺറൈസും ടൈമിംഗ്. അപ്പം ദാറ്റ്സ് ഓൺലി ചാലഞ്ചിങ് പാർട്ട് ഇൻ ദിസ് ട്രിപ്പ്. ഭയങ്കര ഭംഗി, സ്കൈയുടെ ഭംഗി, ആ ക്ലൗഡ്സിന്റെ ഭംഗി, പ്ലസ് ചുറ്റുപാടുമുള്ള ആ സ്നോ, പോളി വൈബ്. അതാ നേരത്തെ ചോദിച്ചു. ആ ലേക്കിൽ ഒരു മേലും നോക്കിയപ്പോൾ ഒരു കറുത്ത ഇങ്ങനെ എന്താ ഒരു ഫ്ലോട്ടിങ് ആയിട്ട്. എന്താ അത്? കിളികളോ? ഈ തണുത്ത വെള്ളത്തിലാ? പക്ഷെ അവർക്ക് ഈ തണുപ്പത്ത് എങ്ങനെ കിടക്കാൻ പറ്റും? ഗ്രീനായി തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയല്ല, ഗ്രീൻ മാറിയിട്ടില്ല. മാറത്തേ ഉള്ളൂ. അങ്ങനെയാണോ? ഡിസംബർ ആകുമ്പോൾ മഞ്ഞ് കൂടിയല്ലേ വരും. ഇതൊക്കെ തുടങ്ങിയല്ലേ? ശരിയാണല്ലേ. ഇവിടെ പിന്നെ ഫുള്ള് നമ്മള് വൈറ്റായി തുടങ്ങി. ടൂവേ ആയതുകൊണ്ട് നമ്മൾ ഡ്രൈവിങ് കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കണം. നല്ല സ്പീഡിൽ. മുമ്പ് നമ്മളെല്ലാം സലാലെ പോയപ്പോൾ വഴിയാണ്. 2 സൈഡിൽ നിന്നും വണ്ടി നല്ല ഫാസ്റ്റായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ശരിക്കും ഒന്ന് കെയർ ചെയ്യണം. 7 Lake ഉണ്ടോ നമ്മളെ പിന്തുടരുന്നുണ്ടോ? കണ്ടിന്യൂ 50 കിലോമീറ്റർ അല്ലേ? നമ്മളെ പിന്തുടരുകയല്ല, നമ്മൾ പിന്തുടരുകയാണ് അവരെ. അങ്ങനെയെങ്കിൽ എങ്ങനെ മാറി വരുന്നല്ലേ? തൊട്ടിപ്പുറത്ത് 7 Lake. പശുക്കളൊക്കെ സ്ഥലം തെരഞ്ഞു പോവുക. ഫസ്റ്റ് ടൈം പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുക. പെട്രോൾ പ്രീമിയം 95 ആണ് നമ്മുടെ പെട്രോൾ. നിത്യേത പ്രാവശ്യം ഫില്ല് ചെയ്യാനാണ് വന്നത്. മൊത്തം 19,000 ഡ്രാമായി. 38 ലിറ്ററാണ്. ഇവിടെ 500, 1 ലിറ്ററിന് 500 ഡ്രാമാണ്. അതായത് ഏതാണ്ട് ഇതിപ്പോൾ ഫുള്ളടിച്ചതിന് 200 AD ആയിട്ടുണ്ട്. ഏതാ ഊട് വഴി കൂടിയൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ചേച്ചി പറയുന്ന റൂട്ടാണ്. ചില സമയത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ചേച്ചി അനുസരിക്കാൻ. അതുകൊണ്ട് പശുവിന് കൊടുക്കുന്ന പുല്ല കേട്ടോ. മൊത്തം അടുക്കി സെറ്റാക്കി വെച്ചിരിക്കുക എല്ലായിടവും. തണുപ്പ് കഴിഞ്ഞാൽ അവരൊക്കെ കൊടുക്കണ്ടേ? തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലായിരിക്കും. എല്ലാ ആൾക്കാർ താമസിക്കുന്ന വീടുകളല്ലേ ഈ ഇതിന്റെ അകത്തൊക്കെ താമസിക്കുന്നവരെ സംഭവിച്ചു പോകണല്ലേ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാം ഇങ്ങനെയാണെങ്കിലും അകത്തെല്ലാം നല്ല വെൽ ഫർണിഷ്ഡ്. എല്ലാ വീട്ടുമുറ്റത്തും കറ്റാണ്ട. പശു പോയിരിക്കുക ഡ്യൂട്ടിക്ക്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവരൊക്കെ വിശക്കൂറ്റി. അതിനകത്ത് മൊത്തം അത് തന്നെ. അയ്യോ, ആ ശരിക്കും ഇരിക്കുന്നു. കറ്റ തന്നെ കേട്ടോ. അതാ വുഡ് എങ്ങണോ ആണോ? അല്ലല്ലേ, അല്ല കറ്റ തന്നെ. കാണുമായിരിക്കും.
എല്ലാ വീഡിയോസിലും ക്രെയിൻ റെഫറൻസ് ഉണ്ടാവാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ക്രെയിനായിരുന്നു. ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ആദ്യം ഫ്ലൈറ്റ് ഇരുന്നുകൊണ്ട് താഴെ ഈ സ്നോ കണ്ടപ്പോ ഏട്ടൻ ആദ്യം പറഞ്ഞു ഇവിടെ ഇത്രയും ഉപ്പുണ്ടാടി. അപ്പൊ ഞാനും അത് ശരിയാണ്, ഭയങ്കരമായിട്ട് ഉപ്പ് വിതറിയിട്ടിരിക്കുന്ന സ്ഥലം. പുറത്തിറങ്ങിയപ്പോഴാണ് പൊന്നെ അത് ഐസാണെന്ന് മനസ്സിലാക്കുന്നത്. അത്രയ്ക്ക് ഐസിനെ കുറിച്ച് സ്നോയെ കുറിച്ച് പറഞ്ഞിടാത്ത ടീമറായിരുന്നു. പക്ഷെ ഇപ്പം സ്നോയോട് സ്നോയാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇറ്റ്സ് -4 degrees Celsius. സത്യം, നമ്മൾ എർത്തൊന്നും വിട്ടാ ഏട്ടാ. അല്ല, ഗൂഗിൾ ചേച്ചി എത്രയ്ക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാക്കൂല. ഇനി പുള്ളിക്കാരി നമ്മൾ ആ ചന്ദ്രനിൽ എത്തിച്ചാ. എന്റെ പൊന്നെ, ഇത് ഫുള്ള് വെള്ളയായി. പുറത്തിറങ്ങണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ധൈര്യം പോരാ. തണുപ്പ് അത്രയ്ക്കായിരിക്കും ഇതിനകത്ത്. ഇവിടെ -1 degree ആയിരുന്നു നമ്മളാ മൊണാസ്ട്രി പോയപ്പം. അവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ജസ്റ്റ് തിങ്ക് അബൌട്ട് -4. ഓ മൈ ഗാഡ്. നമ്മളിപ്പോ ഒരു നാച്ചുറൽ സ്പ്രിങ് കാണാനാണ് ഈ പോകുന്നത് അല്ലേ? ഫ്രഷ് വാട്ടർ സ്പ്രിങ്, ഒരു നാച്ചുറൽ ഫ്രഷ് വാട്ടർ സ്പ്രിങ് കാണാനാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഈ സ്പ്രിങ് ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫ്രോസൺ ആയിരിക്കത്തില്ലേ? എന്റെ പൊന്നെ, ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പൊ ടെമ്പറേച്ചർ വീണ്ടും താണിട്ടുണ്ട്. ഇറ്റ്സ് -5 degrees Celsius now. അപ്പൊ എനിക്കറിയത്തില്ല, ഇത് കുറെ നേരമായി നമ്മൾ തന്നെ ഈ ഫ്രഷ് വാട്ടർ സ്പ്രിങ് തന്നെ ഉള്ളത് തന്നെ കേട്ടോ. ഫ്രഷ് വാട്ടർ സ്പ്രിങ് കേട്ടാ. ഇതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് വെള്ളം പോയി കുടിക്കുകയും ചെയ്യാം. ഇതിനകത്ത് എന്താ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അതായത് ഒരുപാട് പേര് ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. പോയി നമ്മൾ ഇറങ്ങുന്നില്ല കേട്ടോ. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഹോട്ടലിൽ എത്താൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഓൾറെഡി. അതുപോലെ നമ്മൾ ഇവിടുന്ന് നടന്നു പോകാൻ ഇച്ചിരി പാടാണ്. ആരും ഇല്ല ഇവിടെ അങ്ങും. ഏരിയ ഉണ്ട്, ഇവിടെ അങ്ങും ഒരു കുഞ്ഞിക്കിളി പോലും ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം. ഇപ്പൊ നമ്മള് കൈലാസത്തിൽ ചെന്ന പോലെ ഉണ്ടല്ലേ. സത്യം, ഇത്രയും സ്നോ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഐ എം സോറി, എന്റെ ഫോൺ തനിയെ ഫോട്ടോ എടുത്ത് ആൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. മൗണ്ടന്റെ മേളിൽ കയറിയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. കുറെ ഏരിയ ഉണ്ട്, എന്നാലോട്ട് ഒരുപാട് ഹൈറ്റിലോട്ട് കയറിയതുമില്ല. ഇനി നമ്മൾ തിരിച്ചിറങ്ങിയ മെയിൻ തിങ് ഈസ് ഇപ്പൊ നമുക്ക് നെറ്റ് കിട്ടുന്നില്ല. ഇത്രയും ഹൈറ്റിൽ എത്തിയത് കൊണ്ടാകാം നെറ്റ് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇറങ്ങാനൊരു ഞങ്ങൾ ഇറങ്ങിയില്ല, എന്തായാലും പുറത്തിറങ്ങിയില്ല. ഇതെന്തെന്നാ ഇത്? ആ റൂട്ടൊന്ന് നോക്കി. ഓ നോ, കിടക്കുന്നുണ്ടോ? ഇതാണ് റൂട്ട് കേട്ടോ. നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ റൂട്ടിങ് കാണിച്ചോണ്ടിരിക്കുക. നമ്മളെന്തായാലും ഇത് ഫോളോ ചെയ്തങ്ങ് പോകും. താഴോട്ട് ഇറങ്ങി പോണ റോഡുകൾ കണ്ടോ? താഴോട്ട് പോകുന്ന വഴികൾ കണ്ടോ? നമുക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്. 38 minutes ഉള്ളൂ എത്താൻ. അപ്പം ഹാറ്റ്സ് ഓഫ് ടു മൈ പാത്ത് ഫൈൻഡർ മിസ്റ്റർ അരുൺ. കാരണം ഇത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതും. ഐ ഡോണ്ട് തിങ്ക് എനിവൺ മസ്റ്റ് ഹാവ് ട്രൈഡ് ദിസ്. ഈ റൂട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ 7 ലേക്ക് അത് ഫോളോ ചെയ്ത് വരണം. അത് ഫോളോ ചെയ്ത് വന്നാലും മാത്രമേ നമുക്ക് ഈ റൂട്ട് കിട്ടത്തുള്ളൂ. സാധാരണ എല്ലാവരും തിരിച്ചാങ്കിൽ പോയിട്ട് നേരെ എരവനിൽ പോകും. എരവനിൽ നിന്നാണ് ഈ പോയിന്റിലോട്ട് പോകുന്നത്. അതിനേക്കാളും പെട്ടെന്ന് ഈ റൂട്ടാണ്. നിങ്ങളൊരു എന്താ പറയുക പാക്കേജ് ടൂറിന് വന്നു കഴിഞ്ഞാൽ അവരിത് ഇങ്ങനെ എടുക്കില്ല. കാര്യം ഇത് ഒത്തിരി ലെങ്തി റൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരത് എന്തായാലും നിങ്ങൾ
ഫൈനലി നമ്മൾ അരേനി വൈൻ സെല്ലാർ എത്തിയിട്ടുണ്ട്. ഇതാണെന്ന് അറിയത്തില്ല, ഇനി ഹോട്ടലാണോ വൈൻയാർഡാണോ എന്നൊന്നും അറിയാൻ വയ്യ. നോക്കാം നമുക്ക് ചെന്ന്. വൈൻ സെല്ലാറിൽ ഡിന്നർ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഭയങ്കര സംഭവമുള്ള സ്ഥലങ്ങളൊന്നും അല്ല കേട്ടോ. അതായത് നമ്മൾ അതെ ആ ഹോട്ടലിൽ നമ്മൾ 128 കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ വന്ന് കുറച്ച് സംഭവമൊക്കെ ഓർഡർ ചെയ്തു. നോക്കാം എന്തൊക്കെ വരുമോ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് നേരത്തെ തരാൻ പറ്റുന്നു, കാരണം നമ്മൾ പോയടത്തെല്ലാം 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവർ നേരത്തെ തരാൻ പറ്റുന്നു. ഇപ്പോൾ അവർ എത്ര മണിക്ക് നമ്മൾ പറഞ്ഞു 8 മണി എന്ന് പറയുമ്പോൾ അയ്യോ 8 മണി ഇസ് ടു ഏർലി ഫോർ us. നമുക്ക് 8 മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോയി. 8:30 മാക്സിമം തരാൻ പറ്റും എന്ന് പറഞ്ഞു. 8:30 നേരം വെളുക്കത്തോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഇത് എഗ് അല്ലേ? എഗ് വിത്ത് ടൊമാറ്റോ. ഇത് ഒരു പച്ചക്കറി വിത്ത് എഗ്ഗാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ബെഞ്ചാർ എന്നാണ് എൻ്റെ പേര്. ഇത് സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ടൊമാറ്റോ. സംഭവം രണ്ടും കൊള്ളായിരുന്നു കേട്ടോ. ഒന്ന് നമ്മളെ ചീര ഉണ്ടല്ലോ, ചീരയും മുട്ടയെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന സംഭവം ടേസ്റ്റി. ഇത് മുട്ടയും ടൊമാറ്റോ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ സംഭവം നല്ല വിശപ്പം ഉണ്ടായിരുന്നല്ലേ. നമ്മളൊരു ജ്യൂസ് പറഞ്ഞായിരുന്നു കേട്ടോ, ബർബറി ജ്യൂസ്. പക്ഷെ ഇത് കുറച്ചു നേരം ടേബിളിൽ ഇരിക്കുക, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഞാനിത് കെച്ചപ്പെന്നും പറഞ്ഞിരിക്കുക, ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴല്ലേ സംഭവം, ഇപ്പോഴാണ് ഞാൻ ഈ പേര് കാണുന്നത്. ഇത് ഓപ്പണർ വേണമല്ലേ? പറഞ്ഞേ ഓപ്പൺ ഓപ്പൺ ഗണ്ണും സ്റ്റൈൽ. കൊള്ളാടെ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ബർബറി ജ്യൂസൊക്കെ കഴിച്ച് ഇങ്ങനെ പോയാ. എന്തായാലും നേരത്തെ കഴിച്ച ആ ജ്യൂസിനേക്കാളും നല്ല 100 വട്ടം നല്ലത്. അതെന്തായിരുന്നു. ഇത് കൊള്ളാല്ലേ? സിമ്പിൾ റോഡാണേ. ഈ വഴികളൊക്കെ കണ്ടോ? നമ്മളിപ്പം റെസ്റ്റോറന്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. രാവിലെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആ പാവല്ലാടെ നമ്മൾ വിട്ടുകൊടുക്കൂലെന്ന്. ആ പാവപ്പെട്ട ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പാട് പുള്ളിക്ക് അറിയാവും.